بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أفضل المرسلين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين، وعلى جميع الأنبياء والرسل والملائكة. إشكال: ولو طرأت هذه الأحوال ഈ ഹാലുകൾ പുതുതായി ഉണ്ടായ ബാദൽ ആഖ്ദി വിവാഹം നടന്ന ശേഷം, വിവാഹം നടക്കുമ്പോഴോ അതിൻ്റെ മുമ്പോ ഈ പറയപ്പെട്ട തകരാറുകളൊന്നും ഇല്ലാത്ത ഒരു ഭർത്താവ് വിവാഹം കഴിഞ്ഞ ശേഷം അയാളിൽ ഇങ്ങനെയുള്ള ഈ അവസ്ഥകൾ ഉണ്ടായ അത് വിവാഹത്തിൻ്റെ മുമ്പ് ഉള്ളതുപോലെയാണോ അല്ലയോ? രണ്ട് അഭിപ്രായം. ആണോ അല്ലയോ ചോദ്യം. വിവാഹത്തിൻ്റെ മുമ്പ് ഉള്ള അവസ്ഥയോട് അതിനെ ചേർക്കില്ല എന്ന് പറയാനുള്ള കാരണം ഇത് ഖുവ്വത്തി ദവാമി. അപ്പൊ ഔല എന്ന് പറയുന്ന ഔല തുൽഹഖു എന്നാണ് അവിടെ പൂരിപ്പിക്കാനുള്ളത്. അപ്പൊ ഔല തുൽഹഖു ചേർക്കപ്പെടില്ല. എന്തുകൊണ്ടാണ് ചേർക്കപ്പെടാത്തത്? ഖുവ്വത്തി ദവാമി. ദവാമിന് ഒരു ഖുവ്വത്തുണ്ട്, അതാണ് ആ ദവാമിന്റെ പാല. നിക്കാഹ് ഇപ്പൊ നടന്നുപോയി. ആ നടന്നുപോയ നിക്കാഹ് ദായിമായി നിൽക്കുന്നതിന് പുതിയൊരു നിക്കാഹ് തുറുവ് ആകുന്നതിനേക്കാൾ ഖുവ്വത്തുണ്ട്. അതാണ് ആ പറയുന്നത്. അല്ലാതെ ചോദിച്ചു പറഞ്ഞതുപോലെ അല്ല. ദവാമ് എന്ന് പറഞ്ഞാൽ ഈ ഭാര്യഭർത്തൃ ബന്ധം ദായിമായി നിൽക്കുന്നതിന് ആ ദായിമായി നിൽക്കുമ്പോൾ ഈ ജാതി വിഷയങ്ങൾക്കൊക്കെ ഖുവ്വത്ത് കൂടും എന്ന മാനാക്കല്ല. മറിച്ച് നിക്കാഹ് ഇപ്പോൾ നടന്നു കഴിഞ്ഞപ്പോൾ ഇപ്പൊ നടന്നു കഴിഞ്ഞ ആ നിക്കാഹിനെ നിലനിർത്തുന്നതിന് ശക്തിയുണ്ട്. അപ്പോൾ നടന്നു കഴിഞ്ഞ നിക്കാഹ് പോലെ അല്ല നടക്കാത്ത നിക്കാഹ്. അത് രണ്ടും വ്യത്യാസമുണ്ട് എന്നാണ് ആ പറഞ്ഞത്. അവിടെ ആ ദവാമിന്റെ ഖുവ്വത്ത് അതിനെ എടുത്തുകൊണ്ട് ചേർക്കപ്പെടില്ല എന്നാണ് അവിടുത്തെ മുഴുത്തമതായ അഭിപ്രായം. പിന്നെ മറ്റൊന്ന് പറഞ്ഞത്, അടിമ സ്ത്രീ സ്വതന്ത്ര സ്ത്രീയെ നോക്കുമ്പോൾ മുഖവും മുഖയും മാത്രമേ നോക്കിക്കൂ. ബാക്കിയുള്ള ഭാഗം നോക്കാൻ പറ്റുന്നില്ല. അടിമ സ്ത്രീയാണെങ്കിൽ അവിടെ മുഖവും മുഖയും മാത്രമല്ല, മുട്ടുമൊക്കളുടെ ഇടയിലുള്ളത് അല്ലാത്തതൊക്കെ നോക്കാം. എന്താണ് കാരണം? അതിന് അവർ ഇല്ലത്ത് പറഞ്ഞിരിക്കുന്നത് ഔറത്താണ് എന്നാണ്. മുഖവും മുഖയും അല്ലാത്തത് നോക്കാൻ പാടില്ല എന്നതിന് അല്ലാത്ത ഭാഗം
ഔറത്തായതുകൊണ്ടാണ് നോക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോ അടിമത്തമുള്ള പെണ്ണാണെങ്കിൽ അവളുടെ മുട്ടുപൊക്കലിന്റെ ഇടയിലുള്ള സ്ഥലം ഒഴിച്ചു നോക്കാം. അങ്ങനെ ഇബ്നുൽ ഫാത്ത് വ്യക്തമാക്കുകയും അതാണ് അസ്ഹാബിന്റെ കലാമിൽ നിന്ന് മനസ്സിലാകുന്നത് എന്ന് അദ്ദേഹം കാരണം പറയുകയും ചെയ്യും. ആ അഭിപ്രായത്തിൽ നിന്ന് ഇബ്നുൽ ഫാത്ത് മാറിയിട്ടില്ല. അത് തന്നെയാണ് ആ മസ്അലയിൽ ബലപ്പെടുത്തിയത്. ഈ അഭിപ്രായത്തിന് ഇമാം റോയാനി നേരത്തെ തന്നെ ഇങ്ങനെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പം അന്നെനിക്ക് ഇവിടെ ഇതൊരു അനുവാദമുള്ള നോട്ടമായതുകൊണ്ട് ഇവിടെ അങ്ങനെ നോക്കാം എന്ന് തന്നെയാണ് അപ്പം. പിന്നൊന്ന് പറഞ്ഞത് യഹറുമു നദറു ഫഹ്ലി, അവിടെ ഹസയി മജ്ബൂബ് ഹുന്ത അവരൊക്കെ ആ കൂട്ടത്തിൽ പറഞ്ഞു നോട്ടം ഹറാമാണ് എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു വയദ്ഹറു ഫീഹി മാ മുഷ്കിൽ മിസ്ലി അൽ ഹുർമത്ത് മിൻ കുല്ലിൻ ഇലാ ആഖിരി ഫി ഹാലിൽ ഹയാത്ത്. അത് ഹുൻസയും തമ്മിലുള്ള മസ്അല നോക്കുന്നതിൻ്റെ മസ്അലയാണ് ആ പറഞ്ഞിരിക്കുന്നത്. ആദ്യം പറഞ്ഞത് ഹുൻസ സ്ത്രീകളെ നോക്കുന്നതിനെ പറ്റിയും പുരുഷന്മാരെ നോക്കുന്നതിനെ പറ്റിയുമുള്ള വിഷയമാണ് ആദ്യം പറഞ്ഞത്. ഇപ്പൊ ഈ ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഹുൻസയെ നോക്കുന്നതിനെ പറ്റിയാണ്. ഹുൻസ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ രണ്ട് ലിംഗം ഉണ്ടാകും. അതിൽ ഏതെങ്കിലും ഒന്നിലേക്ക് മുൻതൂക്കമായി അതിലേക്ക് മാത്രം ചേരുന്നത് ഉണ്ടാകും. ചിലപ്പോൾ ഒന്നും വ്യക്തമല്ലാത്ത രൂപത്തിലുള്ളതും ഉണ്ടാകും. അപ്പൊ അതുകൂടി വ്യക്തമാക്കാനാണ് മുഷ്കിൽ എന്ന് പറയുന്നത്. ലാ തസ്രീഹുൻ വ്യക്തമാക്കൽ ഹലാലല്ല. മിൻ ഗൈരി ദിൽ ഇദ്ദത്തി ഇദ്ദ ഉടയവൻ അല്ലാത്തവരിൽ നിന്ന് വ്യക്തമായ വിവാഹാഭ്യർത്ഥന പാടില്ല, ഹലാലല്ല. ഇദ്ദയുടെ സാഹിബ് അല്ലാത്ത ആളില്ല. ലി മുസ്തബിയാത്ത് ഇസ്തിബറാവ് ചെയ്യുന്ന ഒരു മുസ്തബറാത്തായ പെണ്ണാണ്. ആ ഇസ്തിബറാവ് ചെയ്യുന്ന പെണ്ണിനോട് ഔലി മുഅ്തദ്ദത്തിൻ അല്ലെങ്കിൽ ഇദ്ദ അനുഷ്ഠിക്കുന്ന പെണ്ണിനോട് വ്യക്തമാക്കി വിവാഹാഭ്യർത്ഥന പാടില്ല. എന്തിനാണ് ഇദ്ദ ഇരിക്കുന്നത്? അൻ വഫാത്തിൻ, വഫാത്തിനെ തൊട്ട്, ഔ ശുബഹത്തിൻ അല്ലെങ്കിൽ ശുബഹത്തിന് തൊട്ട്, ഔ ഫിറാഖിൻ ഫിറാഖിനെ തൊട്ട്. എന്ത് ഫിറാഖാണ്? ബി തലാഖിൻ ബായിനിൻ, ബായിനായ തലാഖ് കൊണ്ടുള്ള ഫിറാഖ്. ഔ റജഈൻ അല്ലെങ്കിൽ റജഈയായ തലാഖ് കൊണ്ടുള്ള ഫിറാഖ്. ഔ ബി ഫസ്ഖിൻ അല്ലെങ്കിൽ ഫസ്ഖ് കൊണ്ടുള്ള, ബി തലാഖിലേക്കല്ല, ഫസ്ഖ് ചെയ്ത് കൊണ്ടുണ്ടായ ഫിറാഖ്. അവയും ഫിസാഖിൻ അല്ലെങ്കിൽ ഫസ്ഖായത്
അങ്ങനെ ആയത് കാരണമായി ഉണ്ടായ ഫിറാഖ്. ആ ഫിറാഖിനെ തൊട്ട് ഇരിക്കുന്ന പെണ്ണാണ്. ഇസ്തിബ്രാ ചെയ്യാന്നുള്ളത് അടിമ സ്ത്രീകൾക്കുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ളവരോട് തസ്രിഹി വ്യക്തമാക്കിയിട്ട് വിവാഹം അന്വേഷിക്കാൻ പാടില്ല. ഇജ്മാ ഫലാ യഹില്ലു, അത് ഹലാലല്ല. ഇജ്മാഅൻ, ഇജ്മായിൽ വേണ്ടി. ലിഅന്നഹ, കാരണം തീർച്ചയായും ആ പെണ്ണ് കത്തർഗബു ഫീഹി, ചിലപ്പോൾ ഈ വിവാഹം ആലോചിക്കുന്ന ആളിൽ അവൾക്ക് താല്പര്യം ജനിച്ചേക്കാം. ഇപ്പൊ തക്ദിബു അലങ്കലായിൽ എഴുതി, അപ്പോൾ അവൾ കള്ളം പറഞ്ഞേക്കാം എഴുത കഴിഞ്ഞു എന്ന്. വാദിഹൻ, ആർക്കും വ്യക്തമാണ്, അന്നഹാദിഹി ഹിക്മത്ത്, ഈ പറഞ്ഞത് ലി അന്നഹ മുതൽ പറഞ്ഞ അത് ഇതിൻ്റെ ഒരു ഹിക്മത്താണ്. വിവാഹം അഭ്യർത്ഥിക്കാൻ പാടില്ല, വ്യക്തമായി വിവാഹം ആലോചിക്കാൻ പാടില്ല എന്നതിനുള്ള ഒരു ഹിക്മത്താണ് ലി അന്നഹ മുതൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഹിക്മത്താകുമ്പോൾ ഫലാ തരിദുൽ ഇദ്ദത്തു ബിൽ അശ്ഹുരി, അപ്പോൾ അവിടെ മാസങ്ങൾ കൊണ്ടുള്ള ഇദ്ദ ഇത്റാദായിട്ട് വരില്ല. മാസങ്ങൾ കൊണ്ട് തിരിക്കുമ്പോൾ എല്ലാവർക്കും അറിയട്ടെ. വൈൻ ഉമിന കിദ്ബുഹ, അവള് കള്ളം പറയൽ നിർഭയമാക്കപ്പെട്ടു. അന്നൽക്ക് ഇതാ വെളിമ വക്തു ഫിറാഖിഹ, അവിടെ ഫിറാഖിന്റെ സമയം അറിയപ്പെട്ടു. എപ്പോഴാണ് ഫിറാഖ് ഉണ്ടായത് എന്നറിയപ്പെട്ടിടത്ത് പിന്നെ അവൾ കള്ളം പറയാൻ സാധ്യതയൊന്നുമില്ലല്ലോ. അപ്പൊ എന്താ, അവിടെ മാസങ്ങൾ കൊണ്ട് ഇത്തിരിക്കുന്നിടത്താണെങ്കിൽ ഈ അങ്ങനെയുള്ള ഇത്തിരിക്കുന്ന പെണ്ണിനോട് വിവാഹം ആലോചിക്കാനും ആവശ്യപ്പെടാനും പറ്റുമോ? ഇല്ലല്ലോ, അതാ മസല, പറ്റൂല. അപ്പൊ ആ ഇത്തിരാദ് ഇതാക്കുന്ന കാരണം ഇതൊരു ഹിക്മത്താണ്. ഇരിക്കുന്ന പെണ്ണിനോട് വ്യക്തമായി വിവാഹം ആലോചിക്കുമ്പോൾ ഈ വിവാഹത്തിൽ താല്പര്യമായി കൊണ്ടൊരു പക്ഷേ അവള് കള്ളം പറഞ്ഞേക്കാനോ എന്നൊരു ഹിക്മത്താണ്. ഹിക്മത്ത് എന്താകേണ്ടതില്ല, മുത്തലിതാകണമെന്നില്ല. ചിലപ്പോഴൊക്കെ ഉണ്ടാവും. ഇല്ലത്ത് അങ്ങനല്ല, ഇല്ലത്ത് എന്തായിരിക്കണം, മുത്തലിതാകണം. അതുകൊണ്ടാണ് യാത്ര പോകുന്ന സമയത്ത് കസറാക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അതിനെന്താ, അതിന് ഒരു ഹിക്മത്ത് പറയാം. എന്തുകൊണ്ട്? യാത്രക്കാരന് മശക്കത്തുണ്ട്. പക്ഷെ അതെന്തല്ല, അത് എല്ലാ യാത്രയിലും ഉണ്ടാകണമെന്നില്ല. കാരണം ചില ആള് നാട്ടിൽ നിന്ന് കുടുങ്ങി, അയാൾ ഇപ്പോൾ യാത്ര പോകുകയാണെങ്കിൽ അപ്പോൾ അയാൾക്ക് എന്തായി ഒരു സമാധാനം ലഭിക്കുകയാണ്. അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം ആ യാത്ര നാട്ടിൽ നിൽക്കുന്നതിനേക്കാൾ സുഖമാണ്. നാട്ടിൽ നിൽക്കുമ്പോൾ അങ്ങേയറ്റം വിഷമത്തിലാണെങ്കിലും അയാൾക്ക് എന്ത് പറ്റില്ല, ഖസറാക്കാൻ പറ്റുന്നില്ല. അതേ സ്ഥാനത്ത് യാത്രയിൽ അയാൾക്ക് ഈ നാട്ടിൽ നിൽക്കുന്നതിനേക്കാൾ അയാൾക്ക് സുഖത്തിലാണ്. എന്നാലും അയാൾക്ക് യാത്രയിൽ ഖസറാക്കാൻ പറ്റും. എന്താ കാരണം? സാധാരണയിൽ യാത്രയിൽ മശക്കത്തുണ്ടാവുക എന്നത് അതിൻ്റെ ഒരു സ്വഭാവമാണ്. അപ്പം അത് ഇയാൾക്കിപ്പോൾ അതില്ലെങ്കിലും സംഗതി ആ ഹിക്മത്ത് അവിടെ പരിഗണിക്കുന്നുണ്ട്. അപ്പം അതുപോലെ ഇവിടെ മാസങ്ങൾ കൊണ്ടിരിക്കുന്ന പെണ്ണാണ്, അവൾ കള്ളം പറയുമെന്നുള്ള സംശയമൊന്നും അവളില്ല. എന്നാലും അവളോട് യുദ്ധ കഴിയുന്നതുവരെ വ്യക്തമായി വിവാഹാലോചന പാടില്ല. അമ്മാദുൽ ഇദ്ദത്തി, എന്നാൽ ഇദ്ദക്കാരൻ, ഈ ഇദ്ദന്റെ ഉടമ, ഫതഹില്ലു ലഹു, അവൾക്ക് ഫതഹില്ലു ലഹു ഇൻ ഹല്ല ലഹു നിക്കാഹു, അയാൾക്ക് ഹലാലാണ്
ഈ ഇവളോട് വിവാഹം അഭ്യർത്ഥിക്കൽ, ഖിത്ബത്ത് ചെയ്യൽ ഹലാൽ. അവളെ നിക്കാഹ് ചെയ്യൽ ഇവന് ഹലാലാണ്. ഖിലാഫിമാ ഇദാ ലം യഹില്ല, ആ നിക്കാഹ് ഹലാലാവാതിരുന്നാലുള്ള രൂപത്തിന് എതിരുകൊണ്ടായ ഉദാഹരണം, കയ്യിൻ തല്ലഖഹ സലാസ, അവളെ അവൻ 3 പ്രാവശ്യം തലാഖ് ചൊല്ലിയാലുള്ള അവസ്ഥ. വഹിയ ഫി ഇദ്ദത്തിഹി, ഇത്തരത്തിൽ അവളാണെങ്കിൽ അവന്റെ ഇദ്ദയിലാണ്. അപ്പോൾ സാഹിബുൽ ഇദ്ദ അവനാണ്, 3 തലാഖ് ചൊല്ലിയാണ്. പക്ഷേ ഇനി അവന് അവളെ ഇപ്പോൾ ഈ അവസ്ഥയിൽ വിവാഹം കഴിക്കാൻ പറ്റില്ല. അപ്പോൾ വിവാഹം അഭ്യർത്ഥിക്കാനും പറ്റില്ല. വക്കാൻ വത്തിയ മുഅ്തദ്ദത്തൻ ബിശുബ്ഹത്തി, ഒരാള് ഇദ്ധരിക്കുന്ന പെണ്ണിനെ വധു ചെയ്യും. ഇദ്ധരിക്കുകയാണ്, തലാഖിനെ തൊട്ട്. തലാഖ് ഒരുപക്ഷെ റജയിലായിരിക്കാം, അല്ലെങ്കിൽ ബായിനായിരിക്കാം. അങ്ങനെ തലാഖിന്റെ ഇരിക്കുന്ന പെണ്ണാണ്. ആ പെണ്ണിനെ ഒരാൾ വധു ചെയ്യും. ഫഹമലത്ത്, അങ്ങനെ അത് ഗർഭിണിയായി. അങ്ങനെ വന്നാൽ ഫഇന്ന ഇദ്ദത്തഹു, തീർച്ചയായും അതിൻ്റെ ഇദ്ദ, ആ ഗർഭത്തിൻ്റെ ഇദ്ദ, തുഖദ്ദം, അതാണ് ഇവിടെ മുന്തിക്കപ്പെടുക. ആ ഇദ്ദ കഴിഞ്ഞിട്ട് നേരത്തെയുള്ള ഇദ്ദ ഇരിക്കാൻ കഴിയും. എന്നാ വലാ യഹില്ലു ലഹു ഖിത്ബത്തുഹ, ഇവന് ഹലാലല്ല അവളെ വിവാഹം ആലോചിക്കുക. ഇത് കാരണം ലാ യഹില്ലു ലഹു നിക്കാഹുഹ, അവളെ നിക്കാഹ് ചെയ്യൽ ഇവന് ഹലാലല്ല. അപ്പോൾ തലാഖ് ചൊല്ലിയ പെണ്ണാണ്. തലാഖ് ചൊല്ലിയ പെണ്ണിനെ ഒരാൾ ജിമാഅ് ചെയ്ത് ഗർഭിണിയായി, ശുബ്ഹത്തിന്റെ ജിമാഅ്. അപ്പോൾ അതിനെന്ത് ചെയ്യണം? അതിന് ഇദ്ദയിക്കും. ഗർഭിണിയായി അപ്പം ആ ഇദ്ദ കഴിഞ്ഞിട്ട് നേരത്തുള്ള ഇദ്ദ പൂർത്തിയാക്കാൻ പറ്റും. അപ്പൊ ഈ സമയത്ത് ഈ ശുബ്ഹത്തിന്റെ വത്ത് ചെയ്തിരിക്കുന്ന അവന് ഇവളെ വിവാഹം ആലോചിക്കാൻ പറ്റില്ല. കാരണം നേരത്തെ യുദ്ധം ബാക്കിയുണ്ടായത് കൊണ്ട് ഈ സാഹചര്യത്തിൽ അവളെ അവന് വിവാഹം കഴിക്കാൻ പറ്റില്ല. വലാ താരീബും, വ്യംഗ്യമായി പറയൽ അനുവദനീയമല്ല. റജഴിയത്തിൽ, റജഴിയായ ഇരിക്കുന്ന പെണ്ണിനോട്, റജഴിയ തലാഖാണ്, ആ തലാഖിൽ ഇരിക്കുക. അങ്ങനെയുള്ള പെണ്ണിനോട് വിവാഹം വ്യക്തമല്ലാത്ത ഭാഷയിൽ അഭ്യർത്ഥിക്കാൻ പാടില്ല. അതേപോലെ മുഅ്തദ്ദത്തിൻ അൻ റിദ്ദത്തിൻ, റിദ്ദയെ തൊട്ട് ഇരിക്കുന്ന പെണ്ണ്, അതായത് ഭർത്താവ് മുർത്തദായ, ഈ ഭർത്താവ് മുർത്തദായപ്പം ആ ഭർത്താവും ഭാര്യയും നമ്മളുടെ വിവാഹം അവിടെ പിരി. അപ്പോൾ ദുഖൂലിന് ശേഷമാണെങ്കിൽ അവിടെ ഇദ്ദുണ്ട്. ആ ഇദ്ദ ഇരിക്കുന്ന പെണ്ണ്, ആ പെണ്ണിനെ മറ്റൊരാള് വിവാഹം സൂചനയിൽ പോലും അഭ്യർത്ഥിക്കാൻ പാടില്ല. കാരണം അല്ലേ, അന്നഹുമാ ഫീ മാന സൗജത്തി, ഇവർ രണ്ടുപേരും ഇപ്പോഴും ഭാര്യയുടെ മാനയിൽ തന്നെ. ഔദിഹിമാലി നിക്കാഹി റജഅത്തി വൽ ഇസ്ലാം, കാരണം ഇവർ രണ്ടുപേരും നിക്കാഹിലേക്ക് തിരിച്ചു വരുന്നതിന് വേണ്ടി മടക്കിയെടുക്കൽ കൊണ്ടും ഇസ്ലാമിലേക്ക് മടങ്ങൽ കൊണ്ടും.
മടക്കിയെടുത്താൽ റജയായ പെണ്ണ് വീണ്ടും ഭാര്യ തന്നെ. ഭർത്താവ് ഇസ്ലാമിലേക്ക് മടങ്ങിയ അപ്പോൾ നേരത്തെയുള്ള ആ നിക്കാഹിലേക്ക് അവൾ മടങ്ങി. വയഹില്ലു തഅരീദ് ഹലാല, വ്യംഗ്യമായ ഭാഷയിൽ വിവാഹാഭ്യർത്ഥന. പക്ഷേ ബിഗൈരി ജിമാഇ, ജിമാഴ് എന്ന പദം അല്ലാത്തത് കൊണ്ട്, ജിമാഴ് എന്ന വാക്കല്ലാത്തത് കൊണ്ടുള്ള തഅരീദ് പറ്റും. ഫി ഇദ്ദത്തി വഫാത്തിൻ, വഫാത്തിൻ്റെ ഇദ്ദയിൽ, ഭർത്താവ് മരിച്ചുപോയി ഇദ്ദയിരിക്കുന്ന പെണ്ണാണ്. ആ പെണ്ണിനോട് വ്യംഗ്യമായ നിലയ്ക്ക് വിവാഹാഭ്യർത്ഥന പറ്റും. പക്ഷെ ജിമാഴ് എന്ന വാക്കുകൊണ്ടാകരുത്. ജിമാഴ് ചെയ്യല്ല, ജിമാഴിന്റെ വാക്ക് പറയാം. വലോ ഹാമിലൻ, ഇവൾ ഗർഭിണിയാണെങ്കിൽ, ലി ആയത്തിഹ, ആ വഫാത്തിന്റെ ഇതയെ പറ്റിയുള്ള ആയത്തിന് വേണ്ടി. വഹിയ വലാ ജുനാഹ അലൈക്കും ഫീമാ അറൽതും ബിഹി മിൻ ഖുതുബത്തിൻ നിസാ, നിങ്ങളുടെ മേൽ തരക്കേടില്ല, നിങ്ങൾ അതുകൊണ്ട് തയ്യാറാക്കിയത് മിൻ ഖുതുബത്തിൻ നിസായി, സ്ത്രീകളുടെ വിവാഹാഭ്യർത്ഥനയാണ്. അപ്പൊ അവിടെ ചോദ്യം, ഗർഭിണിയാണെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ സംശയം, അവൾ ഗർഭം അലസിപ്പിക്കാൻ കാരണമാകില്ലേ ഇത് എന്ന് പറയാം. വഖശിയത്തു ഇൽഖാഇഹൽ ഹംല, അവൾ ആ ഗർഭത്തെ അലസിപ്പിക്കുക എന്ന ഭയം. ലിതഅജ്ജിലി ഇൻഖിളാഇ, ഇദ്ദ തീരലിനെ ഉടലിക്കാൻ വേണ്ടി. അത് നാദിറത്ത്, ഇത് വളരെ അപൂർവമായി മാത്രം സംഭവിക്കാവുന്ന കാര്യമായതുകൊണ്ട് ഫലാ യുൻദറു ഇലൈഹ, അങ്ങനെയുള്ള നാദിറിന് ഹുക്കുമില്ല എന്നുള്ള കാര്യം. ആ നാദിറത്തായ രൂപത്തിലേക്ക് നോക്കപ്പെടില്ല, ചിന്തിക്കില്ല. വകദാ യഹില്ലു തഅരീദു ലി ബായിനിൻ, ബായിനായ പെണ്ണിനോടും തഅരീദ് ഹലാല. മുഅ്തദത്തിൻ, ഇദ്ദയിരിക്കുന്ന, ബിൽ അഖറായി അവിൽ അഷ്ഹുർ, ഒന്നുകിൽ ശുദ്ധികൾ കൊണ്ട് അല്ലെങ്കിൽ മാസങ്ങൾ കൊണ്ട് ഇദ്ദയിരിക്കുന്ന ബായിനായ പെണ്ണാണ്. അവരോടും തഅരീദ് ഹലാലാണ്. ഫിൽ അദ്ഹർ ലി ഉമൂമിൽ ആയത്ത്, ആയത്തിന്റെ ഉമൂമിന് വേണ്ടി. ഈ പറഞ്ഞ ആയത്ത് വലാ ജുനാഹ അലൈക്കും ഫീമാ അറൽതും ബിഹി മിൻ ഖുതുബത്തിൻ നിസായി ഔ അക്നൻതും എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആയത്ത്, അത് ആമ. വഊരിദാലി, ഈ മത്തനിന്റെ പേരിൽ എഴുത്തുരാത് പറയപ്പെട്ടു. അതായത് ഇവിടെ മത്തന് വക്കദാലി ബായിനിൻ ഫിൽ അദ്ഹരി എന്ന് പറഞ്ഞു. അദ്ഹർ പ്രകാരം ബായിനോടും ഇങ്ങനെ തഅരീദ് ഹലാലാണ്. ആ പറഞ്ഞ ബായിനിൽ എല്ലാ ബായിനും പെടുമല്ലോ. ബായിന് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഒറ്റ തലാക്ക് കൊണ്ടും ബായിനാവും, 3 തലാക്ക് കൊണ്ടും ബായിനാവും, വേറെയും പല കാരണങ്ങൾ കൊണ്ട് ബായിനാവും. അപ്പോ ഒരു തലാക്ക് കൊണ്ട് ബായിനായി അല്ലെങ്കിൽ 2 തലാക്ക് കൊണ്ട് ബായിനായി, അങ്ങനത്തെ അത് വീണ്ടും മടക്കിയെടുക്കാൻ പറ്റുന്ന, മടക്കിയെടുക്കാനും വീണ്ടും നിക്കാഹ് നടത്താൻ പറ്റുന്ന. അതേസമയത്ത് 3 തലാക്ക് കൊണ്ട് ബായിനായാൽ പിന്നെ അവിടെ വീണ്ടും നിക്കാഹ് നടക്കണമെങ്കിൽ മറ്റു ഭർത്താവ് വിവാഹം കഴിച്ച് സംയോഗം ചെയ്ത് ഒഴിവാക്കിയിട്ട് കഴിയണം. അതിനെ പറ്റി പറയാം. ഇനി ചില ബായിന് വേറെ ഉണ്ടാകും, ഒരിക്കലും മടക്കിയെടുക്കാൻ വിവാഹം കഴിക്കാൻ പറ്റാത്ത ബായി ഉണ്ടാവും. അപ്പൊ അത്തരം വിഷയങ്ങൾ അവിടെ ഖിലാഫ് ഉണ്ടാകാൻ വഴിയില്ലല്ലോ. അതിന് പറയാം ഊരിദ അലൈഹി, അതിന്റെ മേൽ ഇത്രാദായി പറയപ്പെട്ടു ബായിനും ബി സലാസിൻ, 3 തലാക്ക് കൊണ്ട് ബായിനായപ്പെടും. ഔ റദായിൻ, അല്ലെങ്കിൽ മുലകുടി ബന്ധം കൊണ്ട്, മുലകുടി ബന്ധം സ്ഥിരപ്പെട്ടുകൊണ്ട് ബായിനാകും. പിന്നെ അവിടെ അവർ തമ്മിൽ ഇനി വിവാഹം ഒരിക്കലും പറ്റില്ല. ഔ ലിആനിൻ, അല്ലെങ്കിൽ ലിആന് കൊണ്ട് ബായിനായ പെണ്ണ് പിന്നെ വിവാഹം കഴിക്കാൻ പറ്റില്ല. അങ്ങനത്തെ പെണ്ണുങ്ങൾ 3 തലാക്ക് ചെല്ലപ്പെട്ട പെണ്ണാണെങ്കിൽ വേറെ ഭർത്താവ് വിവാഹം കഴിക്കണം. ഫൈനഹു ലാ ഖിലാഫ ഫീ ഹില്ലി തഅരീദ് ലഹ,
ഈ പറയപ്പെട്ട പെണ്ണുങ്ങളോട് തഹരീദ് ഹലാലാണെന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ലല്ലോ, പിന്നെ അവിടെ അങ്ങനെ ഖിലാഫുണ്ട് എന്ന് അറിയിക്കുന്ന രൂപത്തിൽ പറയാൻ കാരണം എന്താണ്? വഖദ് ഇജാബു, ചിലപ്പോൾ ഇതിന് ഈ ഇത്രാദ് ജവാബ് പറയപ്പെടാൻ എന്ന ഭാഗവും അവരിൽപ്പെട്ട ചിലർ അജ്റാഹു അയ്മൻ, ആ ഖിലാഫിനെ അവർ ഇവരുടെ വിഷയത്തിലും നടപ്പാക്കിയിട്ടുണ്ട്. തഹരീദ് ഹലാലാണോ അല്ല എന്ന വിഷയത്തിൽ ഈ പറയപ്പെട്ട അവരുടെ കാര്യത്തിലും ആ ഖിലാഫ് നടപ്പാക്കിയിട്ടുണ്ട്. ഫലാങ്കൽ മുസല്ലിഫ യർത്തദി, മുസല്ലിഫ് ആ ഖിലാഫ് അങ്ങനെ നടപ്പാക്കലിനെ അംഗീകരിച്ചവരിൽപ്പെട്ടവരായേക്കാം. അപ്പൊ അങ്ങനെ ഖിലാഫുണ്ട് എന്ന കാര്യം മുസല്ലിഫും അംഗീകരിച്ചത് കൊണ്ടാണ് മുസല്ലിഫ് മുത്ലഖൻ വകദാ ലിബായിനിൻ ഫിൽ അദ്ഹർ എന്ന് പറഞ്ഞത്. വൽ മുഅത്തദത്തു അൻ ശുബ്ഹത്തിൻ, ശുബ്ഹത്തിനെ തൊട്ട് എഴുതിയിരിക്കുന്ന പെണ്ണ്, ഖീല പറയപ്പെട്ടു മിമ്മ ലാ ഖിലാഫ ഫീ, മിമ്മ ഒന്നിൽപ്പെട്ടതാണ്, ലാ ഖിലാഫ ഒരു ഖിലാഫുമില്ല, ഫീഹി അതിനെപ്പറ്റി. വഖീല മിമ്മ ഫീഹിൽ ഖിലാഫു, വഖീല പറയപ്പെട്ടു മിമ്മ ഒന്നിൽപ്പെട്ടതാണ്, ഫീഹി അതിലുണ്ട് അൽ ഖിലാഫു ഖിലാഫുണ്ട്. അപ്പോ ശുബ്ഹത്തിനെ തൊട്ട് എഴുതിയിരിക്കുന്ന പെണ്ണെ പറ്റി തഹരീദ് പറ്റുമോ പറ്റൂല എന്നതായി ഖിലാഫുണ്ട് എന്നൊരു അഭിപ്രായം. വേറെ അഭിപ്രായം ഖിലാഫ് ഇല്ല. ഖിലാഫ് ഇല്ല എന്ന് പറഞ്ഞാൽ ആ ഇദ്ദന്റെ സാഹിബ് തന്നെയാണ് വിവാഹം അഭ്യർത്ഥിക്കുന്നതെങ്കിൽ, അയാൾക്ക് കെട്ടാൻ പറ്റിയ ആളാണെങ്കിൽ അപ്പൊ ഖിലാഫില്ല. ഖിലാഫ് ഒരു പക്ഷേ ഉണ്ട് എന്ന് പറഞ്ഞതോ അത് മറ്റാരെങ്കിലും അന്വേഷിക്കുന്നിടത്താണ് ഖിലാഫ് ഉണ്ട് എന്ന് പറഞ്ഞാൽ, അങ്ങനെ വേണമെങ്കിൽ അപ്പൊ അത് ഒരു ഖിലാഫായിട്ട് പരിഗണിക്കേണ്ടതില്ല. ഒരു ജവാബിൽ ഖിത്ബത്തി ഹുക്കുമോ, ഈ ഖിത്ബത്തിന്റെ ജവാബിനുണ്ട്. വിവാഹം ആവശ്യപ്പെട്ടാൽ അതിന് മറുപടി പറയുന്നു, ആ മറുപടി പറയുന്നതിനുണ്ട് ഹുക്കുമുഹ, ആ ഖിത്ബത്തിന്റെ ഹുക്കുമുണ്ട്. ഫി തഫ്സീലിൽ മദ്കൂരി സമ്മ, അവിടെ പറഞ്ഞിരിക്കുന്ന ആ തഫ്സീൽ, ഖിത്ബത്തിന്റെ അവിടെ നമ്മൾ ഇന്നലെ ഓതിയ ഭാഗത്ത് പറഞ്ഞാണ് ആ തഫ്സീൽ. ആ തഫ്സീൽ പറഞ്ഞിരിക്കുന്നതേ ഹുക്കുമാണ് ആ ഖിത്ബത്തിന്റെ ജവാബിനും ഉള്ളത്. തസ്രീഹു, തസ്രീഹ് എന്ന് പറഞ്ഞാൽ മാ യഖ്തഉ ബിർറഗ്ബത്തി ഫിൽ നിക്കാഹ്. തസ്രീഹ് എന്ന് പറയുന്നത് മാ ഒന്നാണ്, യഖ്തഉ അത് തറപ്പിച്ച് വ്യക്തമാക്കും, നിക്കാഹിൽ താല്പര്യമുണ്ട് എന്നതുകൊണ്ട്, നിക്കാഹിൽ ആഗ്രഹമുണ്ട് എന്നതുകൊണ്ട് ഉറപ്പിച്ച് പറയുന്ന അതിനാണ് തസ്രീഹ് എന്ന് പറയുന്നത്. വ്യക്തമാക്കി ആവശ്യപ്പെടാതെ പറഞ്ഞതിന്റെ മാന പറഞ്ഞ അത് യാതൊരു സംശയമില്ലാത്ത രൂപത്തിൽ വിവാഹത്തിൽ താല്പര്യമുണ്ട് എന്നറിയിക്കുന്ന വാക്കായിരിക്കാം. ഉദാഹരണം കൈതങ്കവത്ത് എഴുത്തത്തുക്കി നക്കഹത്തുക്കി, നിന്റെ എഴുത്ത കഴിഞ്ഞാൽ ഞാൻ നിന്നെ നിക്കാഹ് ചെയ്യും. താരീഖ്, താരീഖ് എന്ന് പറഞ്ഞാൽ മാ ഒന്നാണ്, യഹത്തബിൾ നാലിക്ക വാദം, അതിനും അതില്ലാതിരിക്കുന്നതിനും, ആ നിക്കാഹിനും നിക്കാഹില്ലാതിരിക്കുന്നതിനും രണ്ടിനും അത് സാധ്യമാകും. അങ്ങനെയുള്ള ഒന്നാണ് താരീഖ്. അൻതി ജമീലത്ത്, നീ നല്ല സുന്ദരിയാണ്. അത് വിവാഹത്തിൽ താല്പര്യമുണ്ട് എന്നതിലേക്കുള്ള സൗന്ദര്യമാകാം, അല്ല സംഗതി ഇതാക്കി അവൾക്ക് നല്ല മനസ്സമാധാനം ഉണ്ടാകാൻ വേണ്ടി പറഞ്ഞു ആകാം. മൈ യജിദു മിഥിലക്ക്, നിന്നെ പോലെയുള്ള ഒരു പെണ്ണിനെ ആരാണ് എത്തിക്കുക എന്ന് പറഞ്ഞു. ഈ പറഞ്ഞ വാക്ക്
എനിക്ക് എന്നോട് അത് താല്പര്യമുണ്ട്, അവിടെ ഞാൻ വിവാഹം കഴിച്ചോളാം എന്ന് വേണാക്കാക്കാം. അല്ലെങ്കിൽ ഇതാക്കി ഉള്ള യഥാർത്ഥം പറഞ്ഞതാകാം. നിന്നെ പോലെയുള്ള ഒരു പെണ്ണ് നിന്റെ ഈ കുടുംബത്തിലെവിടെ വേറെ, അല്ലെങ്കിൽ ഈ നാട്ടിലെവിടെ വേറെ. അതുപോലെ സമാധാനിപ്പിക്കാൻ വേണ്ടിയുള്ള വാക്കും ആകാം. ഇന്നല്ലാഹ സായക്കുന്നിലേക്ക് ഖൈറ, തീർച്ചയായും അല്ലാഹു തആല നിന്നെക്കൊള്ളെ ഖൈർ കൊണ്ടുവരുന്നതാണ്. അത് നിക്കാഹിൽ താല്പര്യമുണ്ടായിട്ട് പറഞ്ഞ വാക്കാകാം, അല്ലെങ്കിൽ ആശ്വാസത്തിന്റെ വാക്കുമാകാം. ലാ തബ്ഖി അയ്യിമൻ എന്ന വാക്ക്. ലാ തബ്ഖി, നീ ബാക്കിയാകരുത്. ലാ തബ്ഖി എന്നാ കണ്ടത്. അപ്പൊ അവിടെ ലഹിയാണെങ്കിൽ ലാ തബ്ഖി, നീ ബാക്കിയാവരുത്, നൂനെ കളഞ്ഞു. അയ്യമൻ, അയ്യമായിട്ട് നീ ബാക്കിയാകരുത്. ഇനി അതല്ല, അത് ഖബറാണെങ്കിലോ അപ്പൊ ലാ തബ്ഖീന എന്നാ വേണ്ടത്. അവിടെ എന്താണ്ട് പരിശോധിക്കണം. ലാ തബ്ഖീന, നീ ബാക്കിയാകില്ല. അയ്യമൻ, നീ ഒരു വിധവയായിട്ട് ബാക്കിയാകില്ല. എന്ന് പറഞ്ഞു. അപ്പൊ അതും നിക്കാഹിൽ താല്പര്യമുണ്ട് എന്ന് സൂചനയായി പറഞ്ഞതാണ് എന്നാകാം. അയ്യുമ അല്ല, അയ്യമൻ റുബ്ബ റാഗിബിൻ ഫീക്ക്, നിന്നിൽ ആഗ്രഹിക്കുന്ന എത്ര പുരുഷന്മാരുണ്ടോ, നിന്നോട് താല്പര്യമുള്ള എത്ര ആളുകളുണ്ട് എന്ന് പറഞ്ഞത് എനിക്കിന്നോട് താല്പര്യമുണ്ട് എന്നാകാറോ. അന്ന് എനിക്ക് നിക്കാഹിനും അല്ലാത്തതിനും, നിക്കാഹിൽ താല്പര്യമുണ്ടെന്ന് അറിയിക്കാനും അല്ലാത്തതിനും വക്കതാ ഇന്നി റാഗിബും ഫീക്ക്, ഞാൻ നിന്നിൽ ആഗ്രഹിക്കുന്നവനാണ് എന്ന് പറഞ്ഞ വാക്കും അതും തയ്യാറിയുന്നു തന്നെയാണ്. അവിടെ നിക്കാഹിന്റെ കാര്യം വ്യക്തമാക്കി പറഞ്ഞില്ല. നിന്നിൽ ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ നിന്നിൽ പ്രതീക്ഷ അർപ്പിക്കുന്നവനാണെന്ന് പറഞ്ഞാൽ അത് വിവാഹത്തിൽ തന്നെ ആകണമെന്നില്ല, വേറെ ആവശ്യം ആകാം. കമാ നഖലഹുൽ ഇസ്ലവി അൻ ഹാസിലി കലാമിൽ ഉമ്മി, ഇത് ഉമ്മിന്റെ കലാമിന്റെ ഹാസിലിനെ തൊട്ട് ഇസ്ലവി ഇമാമ് ഉദ്ധരിച്ചത് വരും. വാഴ്ത്തമതും അതിനെ എഴുത്തിമാതും ചെയ്തിട്ടുണ്ട്. വഹുവ, അത് ആ താരീവ് ബിൽ ജിമാഴ്, ജിമാഴ് കൊണ്ട് ആ താരീവ് കഴിന്തി ജിമാവുൽ മുറുകി എന്ന് പറയും. ഇന്തി എൻ്റെ അടുത്തുണ്ട്, ജിമാവുൽ മുറുകിൻ തൃപ്തിയാക്കി തരുന്ന ജിമാ. അർദായുറുദി എന്ന് പറഞ്ഞ അതിന്റെ സുമുഫായിലാ മുറുകി. എൻ്റെ അടുത്തുണ്ട്, തൃപ്തിയാക്കി തരുന്ന ജിമാൾ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോ ജിമാൾ ഉണ്ട് എന്ന് പറയുന്നത് ഒരു മുസൽമാൻ പറയുമ്പോൾ സിന കൊണ്ടാവല്ലോ ഈ പറയുന്നത്. അപ്പൊ അന്നെനിക്ക് വിവാഹത്തിലേക്ക് ആഗ്രഹിച്ചു കൊണ്ടാണ് ഈ പറഞ്ഞത്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ അത് വിവാഹാഭ്യർത്ഥനയുടെ താരീവ്. എന്നാൽ ആ താരീവ് ജിമായിന്റെ ലഫ്ള് കൊണ്ട് അല്ലാത്ത നേരത്തെ പറഞ്ഞ റബ്ബിഗൈരി ജിമായി, ഇവിടെ ഈ പറഞ്ഞ ജിമാ ലഫ്ള് കൊണ്ടാണ്. അല്ലെങ്കിൽ വാന ഖാദിറൻ അലാ ജിമായിക്ക്, ഞാൻ കഴിവുള്ളവനാണ്, നിന്നെ ജിമായി ചെയ്യലിന്റെ പേര് കഴിവുള്ളവനാണ് എന്ന് പറഞ്ഞു. ഇങ്ങനെ ജിമാഴ് കൊണ്ടുള്ള താരീവാകുന്ന മുഹറമുൻ, അത് ഹറാം. ബിഖിലാഫി താരീവ് ബിഹി, ആ ജിമാഴ് കൊണ്ട് താരീവ് ആക്കുന്നതിന് മാറുകൊണ്ട് ആശയം. ഫി ഗൈരി നഹ്വി ഹാദിഹി സൂറത്തി, ഈ സൂറത്ത് പോലെയുള്ളത് അല്ലാത്തത്. ഫൈന്നഹു മക്റൂഹ്, അത് മക്റൂഹ്. ഈ സൂറത്ത് എന്ന് പറഞ്ഞപ്പോൾ എന്താ,
ഈ വിവാഹം ആവശ്യപ്പെടുക, വിവാഹം ആവശ്യപ്പെടുക. ഈ വിവാഹം ആവശ്യപ്പെടുക ഖിത്ബത്ത് എന്ന ഈ രൂപം പോലെയുള്ളത് അല്ലാത്തത് ആ ജിമാഴ് കൊണ്ട് താരീദാക്കുന്നതിന് മാറുകൊണ്ട് ആശയം ഫൈൻഹു മക്രൂഹൻ, അങ്ങനെയുള്ള ആ താരീദ് കറാഹത്തേ ഉള്ളൂ, അത് കറാഹത്തേ ഉള്ളൂ. എന്താണ് പറഞ്ഞത്? ഈ ജിമാഴ് കൊണ്ടുള്ള താരീദ് ജിമാഴ് കൊണ്ടുള്ള താരീദ് കറാഹത്താണ് എന്ന് റൗദിൽ പറഞ്ഞു. യുക്റഹു താരീദ് ബിൽ ജിമാൽ ലി മഖ്തൂബത്ത്, ഒരാൾ ഒരു മഖ്തൂബത്തിനോട് വിവാഹം അഭ്യർത്ഥിക്കുന്നത് ജിമാഴ് കൊണ്ടാണെങ്കിൽ കറാഹത്താണ്. അവിടെ യുക്റഹു താരീദ് ബിൽ ജിമാഴി എന്നാ പറഞ്ഞത്. ജിമാഴ് കൊണ്ടുള്ള താരീദ് കറാഹത്താണ്. അതിന്റെ ഷറഹ് റൗദിൽ പറഞ്ഞു ചിലപ്പോൾ അത് ഹറാമുമാകും. അതായത് അവിടെ രണ്ട് രൂപം വന്നല്ലോ. ജിമാഴ് കൊണ്ട് താരീദാണ് പറഞ്ഞത്. അപ്പൊ ജിമാവും വിവാഹാഭ്യർത്ഥന രണ്ടും താരീദ് തന്നെയാണ്. വ്യക്തമായി ജിമാനെ പറ്റി പറയുന്നില്ല, അപ്പോഴാണ് കറാഹത്താകുന്നത്. നേരെ മറിച്ച് ജിമാനെ പറയൽ കൊണ്ട് വ്യക്തമാക്കുന്ന ഒരവസ്ഥയിലുള്ള താരീദാണെങ്കിലോ അപ്പോൾ അത് ഹറാമാണെന്ന് ഷറഹിൽ പറഞ്ഞു. ഇനി ഈ സ്ഥലത്ത് മുഗലി പറഞ്ഞു വൈക്റഹു താരീദ് ബിൽ ജിമാഇ മഖ്തൂബത്തി അല ഫീ ഗൈരി നഹവി ഹാദിഹി സൂറത്തി. ആള് പറയാണ് ജിമാഴ് കൊണ്ട് താരീദ് കറാഹത്ത. ഒരാൾ വിവാഹം അഭ്യർത്ഥിക്കുന്ന പെണ്ണിനോട് എന്താ കാരണം അത് ചീത്തയാകും, ചിലപ്പോൾ അത് ഹറാമാവുകയും ചെയ്യും. ജിമായിനെ പറയൽ കൊണ്ട് വ്യക്തമാക്കൽ അതിലുണ്ടെങ്കിൽ. എന്നിട്ട് ഉദാഹരണം പറഞ്ഞാൽ ഖാദിൻ അലാ ജിമാഇക്കി, അല്ലെങ്കിൽ അല്ലാഹ യർസുഖുകി മൈ ഇദാമിൽക്കി എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ പറഞ്ഞു വലാ യുക്റഹു തസ്രീഹു ബിഹി ലി സൗജത്തിഹി വ അമതിഹി ലിഅന്നഹുമാ മഹൽ തമത്തു. ഒരാൾ അയാളുടെ ഭാര്യയോട് അല്ലെങ്കിൽ അയാളുടെ അമത്തിനോട് ജിമാൾ കൊണ്ട് സൂചിപ്പിക്കൽ അല്ല വ്യക്തമാക്കലും കുഴപ്പമില്ല, ഹറാമില്ല. വ്യക്തമാക്കി തന്നെ പറയാം, അത് കറാഹത്ത് ഇല്ല. അപ്പോ ബിഖലാഫി താരീദി ബിഹി ഫി ഗൈരി നഹവി ഹാദിഹി സൂറത്തി എന്ന് പറഞ്ഞുകൊടുത്ത് ഈ പറഞ്ഞ ആശയങ്ങളൊക്കെ അതിൽ വരും. വാലൈഹി ഹമലു നഖല റൗത്തി അൽ അസ്ഹാബ് കറാഹത്ത്. ഈ രൂപം പോലെയുള്ളത് അല്ലാത്തതിൻ്റെ പേര് അവർ ചുമത്തിയിട്ടുണ്ട്. റൗദ നഖൽ ചെയ്തതിന് അസ്ഹാബിനെ തൊട്ട് കറാഹത്തഹു, അത് കറാഹത്താണ്. ആ കറാഹത്താന്ന് പറഞ്ഞെന്താ, അത് വിവാഹം അഭ്യർത്ഥിക്കുന്ന പെണ്ണിനോട് വ്യക്തമായി ജിമായിനെ പറ്റി ജിമായിന്റെ ലഫ്ള് പറഞ്ഞുകൊണ്ട് വിവാഹം അഭ്യർത്ഥിക്കുന്ന രൂപമല്ലാത്തതിനെ പറ്റിയാണ്. വനഹബുൽ കിനായത്ത്, കിനായത്ത് പോലെയുള്ളത്. കിനായത്ത് വയ്യ കിനായത്ത് എന്ന് പറഞ്ഞാൽ അദ്ദലാലത്തു അല ഷൈ, ഒരു വസ്തുവിന്റെ മേൽ അറിയിക്കൽ, ബിദിക്രി ലാസിമിഹി, അതിന്റെ ലാസിമിനെ പറയുന്നു. അത് ഖത്തുഫീദു, ചിലപ്പോൾ അത് അറിയിക്കും. മാ യുഫീദുഹു അസ്സരീഹു, മാ ഒന്നിനെ അറിയിക്കും. യുഫീദുഹു അതിനെ അറിയിക്കും, അസ്സരീഹു വ്യക്തമായ വാക്ക്. അപ്പോ കിനായത്ത് ചിലപ്പോൾ വ്യക്തമായ വാക്ക് അറിയിക്കുന്നത് അതേ ആശയം തന്നെ അറിയിച്ചേക്കാം. ഉദാഹരണം
ഉരീദു അൻ ഉൻഫിഖ അലൈക്കി നഫഖത്ത സൗജാതി വ അതലദ്ദ ബികി എന്ന വാക്കുകൾ. ഉരീദു ഞാൻ ഉദ്ദേശിക്കുന്നു, നിന്റെ പേരിൽ ഞാൻ ചെലവ് തരാൻ, ഭാര്യമാർക്ക് ചെലവ് കൊടുക്കുന്ന രൂപത്തിലുള്ള ചെലവ് തരും. നിന്നെ കൊണ്ട് ഞാൻ സുഖമെടുക്കാനും രസിക്കാനും എന്ന് പറഞ്ഞു. അപ്പൊ എന്തായി അവിടെ? ഈ പറഞ്ഞതിൽ വ്യക്തമായ വാക്കുകൊണ്ട് അറിയിക്കുന്നത് പോലെ ഇവിടെ അറിയിച്ചു. അങ്ങനെ അറിയിക്കുന്ന രൂപത്തിലാണെങ്കിൽ ഫതഹറുബു അത് ഹറാം. വഖദില ചിലപ്പോൾ അതങ്ങനെ അറിയിക്കൂല. അങ്ങനെ ആകുമ്പോൾ ഫയക്കൂൽ തഹരീം, അപ്പോൾ അത് തഹരീം ആവുകയുള്ളൂ. അപ്പൊ ചിലപ്പോൾ ഈ തസ്രീഹിന്റെ അതേ മാനാക്ക് ചിലപ്പം കിനായത്ത് വരും. ചിലപ്പോൾ എന്ത് ചെയ്യും? അത് തസ്രീഹിന്റെ മാനാക്കാകൂല, അപ്പൊ അത് തഹരീം ആവും. ഉദാഹരണം വിക്രി ദാലിക്, മേൽ പറഞ്ഞ ആ വാക്കോ പറഞ്ഞു. ഈ വാക്ക് ഉരീദു അൻ ഉൻഫിഖ അലൈക്കി നഫഖത്ത സൗജാത് എന്ന് മാത്രം പറഞ്ഞു. മാദാ വഅതലദ്ദ ബിക്, രണ്ടാമത്തെ വാക്ക് വഅതലദ്ദ ബിക് എന്ന് പറഞ്ഞ വാക്ക് കൂടാതെ. അപ്പോളോ അതില്ലെങ്കിൽ ഇതാക്കി ഞാൻ എന്നെ കൊണ്ട് രസിക്കാനും ഉദ്ദേശിക്കുന്നു എന്ന് പറയുമ്പോൾ അത് പറഞ്ഞില്ല. അത് പറയാതെ ഭാര്യമാർക്ക് ചെലവ് കൊടുക്കുന്നത് പോലെ ഞാൻ എനിക്ക് ചെലവ് തരാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭർത്താവ് ഉണ്ടായാലും കിട്ടുന്ന അതേ ആനുകൂല്യങ്ങളൊക്കെ ഞാൻ തരാം, ചെലവ് തരാം എന്ന് മാത്രമാകാനോ ആ വാക്കിൽ ഉദ്ദേശം. അപ്പോൾ കൗലുൽ കിനായത്തി അബുലഗ്, എന്നാ കിനായത്താണ് അബുലഗ് എന്നാണല്ലോ നമ്മൾ സാധാരണ മാനിയിൽ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ പറയാം. കിനായത്താണ് അബുലഗ്. ഇതിനേക്കാൾ പിന്നെ സ്വരീഹിലേക്ക് ഇവിടെ പറഞ്ഞപ്പോ എന്താ? സ്വരീഹി തന്നെയാണ് അബുലഗ്. ചിലപ്പം കിനായത്ത് സ്വരീഹി പോലെയാണ്, ചിലപ്പോൾ അത് തഹരീർ പോലെയും ആകും എന്നാ പറഞ്ഞു. ബിത്തിഫാഖിൽ ബുലഗായി, ബുലഗായിന്റെ ഇത്തിഫാഖ് കൂട്ടും വഗൈരിഹിം അല്ലാത്തവരുടെ. അത് ഇന്നമാഹുവ അത് ലി മൽഹദിൻ യുനാസിബു തദ്ഖീഖഹു, അത് അവരുടെ തദ്ഖീഖിനോട് യോജിക്കുന്ന ചില ഒരു പ്രത്യേകമായ ദർശന സ്ഥലത്തേക്ക് നോക്കിയതിന് വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞു. അല്ലതി എങ്ങനെയുള്ള തദ്ഖീഖാണ്? ലാ യുറാഇഹി, അതിനെ പരിഗണിക്കുന്നില്ല അൽ ഫഖീഹ്, ഫഖീഹ് വൈന്നമാ യുറായി, ഫഖീഹ് പരിഗണിക്കും മാ ഒന്നിന് ദല്ല അലൈഹി, അതിൻ്റെ മേൽ അറിയിച്ചിരിക്കുന്നു തഖാതുബുൽ ഉർഫി, ഉർഫിയായ സംഭാഷണം. ഉർഫിയായ സംസാരത്തിൽ നിന്ന് എന്തെല്ലാം കിട്ടും അതാണ് സാധാരണ ഫഖീഹ് ചിന്തിക്കുക. അല്ലാതെ ഇവര് പറയുന്ന ഈ നിഗൂഢമായ അർത്ഥത്തിലേക്കും ആശയത്തിലേക്കും. കാരണം ഈ പറഞ്ഞ ഉദാഹരണത്തിൽ ഉരീദു അൻ ഉൻഫിഖ അലൈക്കി നഫഖത്ത സൗജാത്, നിന്റെ മേലിൽ ഞാൻ ഭാര്യമാർക്കുള്ള നഫഖ ഞാൻ ചെലവഴിക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറയുമ്പോൾ, അപ്പൊ അവിടെ ചോദ്യം എന്തുകൊണ്ട് അങ്ങനെ? അത് നീ എൻ്റെ ഭാര്യയാകാൻ പോകുന്നു എന്നൊരു മാന ചിലപ്പോൾ ഇയാൾ വെക്കാറ്. പക്ഷെ അത് സാധാരണ ഖിതാബിൽ വരുന്നതല്ല, സാധാരണ ഉർഫിയായ ഖിതാബിൽ വരുന്നതല്ല. അത് ബുലഗാഇന്റെ കലാമിൽ വരുന്ന ആശയങ്ങളാണ്. ഫിഖ്ഹിന്റെ പോക്ക് സാധാരണ ഉർഫിയായ കലാമിന്റെ ഭാഷയും അതിൽ നിന്ന് വരുന്ന ആശയം ആസ്പദമാക്കിയാണ്. വമിൻ തമ, ഈ കാരണത്തിന് വേണ്ടി ഇഫ്തറക്ക സരീഹു ഉനാ വസമ്മ, ഇവിടെയും അവിടെയും സരീഹ് വ്യത്യാസമായി. ഫുഖഹാന്റെ കലാമിൽ പല സരീഹും, അതേപോലെ ബുലഗാഇന്റെ കലാമിൽ പല സരീഹും തന്നെ, രണ്ടും ഒരേപോലെ അല്ല.